വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഞാൻ ഷാമ്പു ഏതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഷാമ്പു ഏതാണ് ഇതേതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ശേഷം എനിക്ക് എന്നോട് ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാവരും അടിപൊളി ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഡോക്ടർ എനിക്ക് പ്രിഫർ ചെയ്തൊരു അടിപൊളി ഷാമ്പു ഉണ്ട്, അത് പരിചയപ്പെടുത്താം. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, റിക്വസ്റ്റ് ചെയ്തൊരു സംഗതിയാണ് എന്ത് ഷാമ്പൂണ് തലയ്ക്കൊക്കെ ഉഷാറ് ചെയ്യുന്നത്. അത് ഞാൻ തേച്ചിട്ട് എനിക്ക് റിസൾട്ടുള്ള ഒരു ഷാമ്പു ഞാൻ എന്നോട് ഡോക്ടർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഷാമ്പു ഞാൻ വേണമെന്നുണ്ട് ഇവിടെ ടാഗ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പോയി പർച്ചേസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 4 മാസമാണ് ആയത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി തലയിൽ സോപ്പ് യൂസ് ചെയ്യരുത്, ക്യാപ്പ് യൂസ് ചെയ്യരുത്, മുടി കുത്തനെ മാറരുത്, അതായത് മുടി നല്ല വെയിറ്റ് എടുത്ത് തോർത്താൻ പാടില്ല. കുറേ കാര്യങ്ങളുണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. മുടി വെയിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ പവർ കൊടുത്തുകൊണ്ട് മുടി തോർത്താൻ പാടില്ല. ജസ്റ്റ് ഒപ്പിയെടുക്കണം. മുടിക്ക് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഓയിൽ ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. മുടിൻ്റെ റൂട്ട് മുടി വരുന്നത് പറഞ്ഞാൽ ഈ രീതിയിലാണ് മുടി വരുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് മുടി മാറുമ്പോൾ എന്താ പ്രശ്നം, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നെറ്റ് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മുടി വാരുമ്പോൾ സൈഡിൽ എടുത്താണ് ചെയ്യുക. അതേപോലെ തന്നെ മുടിക്ക് ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇപ്പോൾ ബാംഗ്ലൂരും അതൊരു വേറെ വിഷയമാണ്. നമ്മൾ ക്ലോറൈൻ അടങ്ങിയിട്ടുള്ള വാട്ടറിലൊക്കെയാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ആയാലും സൗദി അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അവിടെ കുളിക്കുന്ന ആ വെള്ളം ജസ്റ്റ് നോക്കണ്ടേ, ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ ബക്കറ്റിൻ്റെ കോലം നോക്കണ്ടേ, വെള്ളപ്പൊടി ഉണ്ടാവും അതിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും ബെറ്റർ വെച്ചാൽ ഞാനൊക്കെ ചെയ്യണം എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ മിനറൽ വാട്ടർ വാങ്ങിയിട്ട് മിനറൽ വാട്ടർ ആയിട്ട് മാത്രം തല വാഷ് ചെയ്യില്ല, ഹെഡ് വാഷിന് വേണ്ടിയിട്ട് മാത്രം മിനറൽ വാട്ടർ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കെയർ ചെയ്യുന്നത് നല്ലതാണ്. യൂസ് ചെയ്ത് ഓവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ആയാലും യൂസ് ചെയ്യണ്ട. നാച്ചുറൽ കാച്ചിയ വെളിച്ചെണ്ണ തന്നെ വീക്ക്ലി വൺസ് ഇട്ടാൽ മതി. അതിന് കുളിക്കുന്നതിന് മുമ്പ് ഇടുക. പിന്നെ ഷാമ്പു ഇട്ടുകൊണ്ട് ഹെഡ് വാഷ് ചെയ്യാം. ആ ഓയിലും വെച്ച് നടക്കണ്ട. പിന്നെ ഒരു ക്രീമോ ഒരു ജെല്ലോ കാര്യങ്ങളോ ഒന്നും തലക്ക് തൊടിക്കണ്ട. കേടാണ് മക്കളെ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഷാമ്പു കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞാൽ സെൻസിറ്റീവിൻ്റെ കെറ്റോപെനസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷാമ്പുവാണ് ഞങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. ഇത് വീക്ക്ലി ത്രൈസ് യൂസ് ചെയ്യുക. പിന്നെ നല്ല പ്രൊഡക്റ്റാണ്. എനിക്ക് ഡോക്ടർ പ്രിഫർ ചെയ്ത സാധനമാണ്. ഞാൻ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എന്നോട് ഡോക്ടർ ഡാൻഡ്രഫ് നല്ലോണം ഉള്ളതുകൊണ്ട് മുടി ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടറിനോട് എനിക്ക് പ്രിഫർ ചെയ്തൊരു മുതലാണ്. നല്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞു ഡോക്ടർ പ്രിഫർ ചെയ്തൊരു മുതലാണ് ഈ സാധനം, സെൻസിറ്റീവിൻ്റെ കെറ്റോകനസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഷാമ്പു. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവും. എനിക്കും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് സൈഡിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ കാണും ഈ സംഭവത്തിൽ. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലുണ്ടോ, അല്ലാണ്ട് എൻ്റെ പ്രൊഫൈലിൽ സൈഡിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടാവും, അതിൽ കയറിയ ഈ പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ അതിൽ പോയാണ്ട് സാധനം പർച്ചേസ് ചെയ്തോളി, തേച്ചോളി, നല്ല റിസൾട്ട് വാങ്ങിക്കോളി. ഓക്കെ.